ഇപ്പോഴുള്ള അപ്ഡേറ്റ് അറിയണം. കാരണം ഇപ്പോൾ ടോസ് നേടി ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ സഞ്ജു ഇപ്പോൾ ഗ്ലൗസും പാഡും അണിഞ്ഞ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ നീലക്കടലിന് സാക്ഷിയാക്കിക്കൊണ്ട് ഇപ്പോൾ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അവസ്ഥ അറിയാനായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഒരുപക്ഷെ സഞ്ജു കളിക്കാൻ ഇറങ്ങുമ്പോൾ പോലും സ്വാഭാവികമായിട്ട് സഞ്ജുവിൻ്റെ മനസ്സിൽ പോയോ എൻ്റെ നാട്ടുകാരുൾപ്പെടെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുമായിരിക്കുമല്ലോ എന്നാണ്. എന്താണ് അവിടെ നടക്കുന്നത്? തീർച്ചയായും ഹരി, കാരണം എന്താർക്ക് ഇതൊരു ഇരട്ടി മധുരമാണ്. കാരണം ഇന്ത്യ ഫൈനലിൽ കളിക്കുന്നു, സഞ്ജു അതിൽ ഓപ്പണിംഗ് ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആഘോഷം. അതായത് നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം, ഇവിടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇനി കളി ഒന്ന് ആരംഭിക്കാൻ മാത്രം. അതായത് സഞ്ജുവിന്റെ പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസിലേക്ക് കാര്യങ്ങൾ എത്തുക, ഇന്ത്യക്ക് വിജയം നേടാൻ പറ്റുക എന്നടക്കമുള്ളതാണ്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് അടക്കം പോകാം. എങ്ങനെ ചേട്ടാ കളി എന്താകുന്നത്? കളി ഇപ്പൊ നമുക്ക് ബാറ്റിംഗ് ആണ്, പക്ഷെ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും. കാരണം ഫൈനലാണ്. നമുക്ക് പക്ഷെ ഒരു ടെൻഷനൊന്നും ഇല്ല. കാരണം നമ്മുടെ സഞ്ജു നല്ല കട്ട് ഓഫ് ഫോമിലാണ്. കാരണം കഴിഞ്ഞ 2 കളിയും സഞ്ജു കളിച്ചതെന്ന് പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടി കളിച്ചു. ഈ കളി രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു. മോർ ഓവർ ഒക്കെ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രെയർ എന്ന് പറയുന്നത് സഞ്ജുവിന്റെ ഒരു സെഞ്ചുറിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും അധ്വാനിക്കുന്ന ഒരു വ്യക്തി, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് രാജ്യത്തിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു പ്ലെയർ, ഒരു അഹങ്കാരം എന്ന് എനിക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത എന്ന് എനിക്കല്ല. പക്ഷെ സ്വാർത്ഥതയല്ല, ഓരോ ഇന്ത്യൻസും ആഗ്രഹിക്കുന്ന തന്നെയാണ് സഞ്ജുവിന്റെ ഒരു സെഞ്ചുറി. അതിനോടൊപ്പം അഭിഷേക് ശർമ്മയുടെയും സഞ്ജുവിന്റെയും ഒരു 5 ഓവർ വെടിക്കെട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു എക്സൈറ്റ്മെന്റ്. കാരണം അത് കിട്ടിയോ നമ്മുടെ ഇന്ത്യൻ ടീം കപ്പ് ഉയർത്തി. ഇതിൽ വലിയ പ്രത്യേകത പറയുന്നുണ്ട്. ഇവരിപ്പോൾ ഉടുത്തിരിക്കുന്ന ജേഴ്സി അത് സഞ്ജു സ്പോൺസർ ചെയ്തിരിക്കുന്നത് അല്ലെ ക്ലബിന്? ഈ ജേഴ്സി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഫ്ലെക്സ് കാണുമ്പോൾ അതിനകത്ത് ഒരു ലോർഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ഉണ്ട്. അപ്പോൾ ഇവരിപ്പോ നല്ല സജീവമായിട്ട്, അതുപോലെ തന്നെ ത്രില്ലർ ക്ലബ്. അപ്പം ഈ ലോർഡ്സിന്റെ ഒരു വലിയൊരു ഇവന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ നമ്മുടെ ഒരു ഫുട്ബോൾ ക്രിക്കറ്റ്. അപ്പൊ അതിന്റെ ആ ഒരു മെഗാ ഇവന്റ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വന്നപ്പോ സഞ്ജുവിന് നാട് കൊടുത്ത വലിയൊരു ട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. അതിന്റെ സന്തോഷ നിറവിൽ സഞ്ജു ഡയറക്റ്റായിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ റിക്വസ്റ്റ് ചെയ്തിട്ട്, ഇത് രാജസ്ഥാൻ റോയൽസിന്റെ ഒഫീഷ്യൽ ജേഴ്സിയാണ്, അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും പ്രിന്റിംഗ് ചെയ്തതോ അതൊന്നല്ല. അപ്പോ അത് സഞ്ജുവിന്റേതായിട്ടുള്ള ആ ഒരു സ്നേഹം, കാരണം ഒരു ഒഫീഷ്യൽ ജേഴ്സി അവന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ അവന്റെ നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ അണിയുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു വികാരം ഉണ്ടല്ലോ, നമുക്കൊരു ഗൂസ് പമ്പ് ഉണ്ടാവും എന്നറിയത്തില്ലേ. അത് അപ്പോ സ്വാഭാവികമായിട്ട് സഞ്ജു ഇപ്പൊ രാജസ്ഥാനിലല്ല, ചെന്നൈയിലാണ്. അപ്പോ ഈ ജേഴ്സി മാറിയത് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് ചോദിക്കാവോ? ജേഴ്സി ഇന്ത്യൻ ജേഴ്സിയിലേക്ക് കൂടി കിട്ടാനൊരു ആഗ്രഹമുണ്ട് സഞ്ജു വഴി. അല്ല, നമ്മൾ അത്രയ്ക്ക് അഹങ്കരിക്കണ്ട. കാരണം എന്നറിയോ, ഓരോ ഇന്ത്യനുമാണല്ലോ ഇത്. അപ്പൊ ഇന്ത്യന്റെ ഉള്ളിൽ കിടക്കുന്നത് അവന്റെ ക്രിക്കറ്റ് എന്നുള്ള ആ ഒരു വികാരം, ആ വികാരത്തിന്റെ ഒരു സിമ്പിളാണ് ഇത്. കാരണം നമ്മൾക്കിപ്പോ ഇന്ത്യൻ ജേഴ്സിയാണ്. കാരണം നമ്മുടെ കൊച്ച്, നമ്മുടെ പുത്രൻ അണിഞ്ഞിട്ടുണ്ട്. ആ അണിഞ്ഞത് നമ്മൾക്കിപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്ക്രീനിലൂടെ നമുക്കത് പ്രൂവണാണ്. എന്തായാലും അവിടെ ആവേശം നിറയാണ്. സാരംഗ് അവിടെ തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ഇപ്പോൾ 10 മിനിറ്റ്, എണ്ണി പറഞ്ഞ 10 മിനിറ്റ് 600 സെക്കൻഡുകൾ കൂടി കഴിഞ്ഞാൽ സഞ്ജു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും ബാറ്റിങ്ങിനായിട്ട്. അപ്പോൾ അത്രയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് നമ്മൾ മലയാളികൾ മാത്രമല്ല, ഈ 140 കോടി ഇന്ത്യൻ ജനതയും കാത്തിരിക്കുന്നത് സഞ്ജുവിന്റെ ഒരു മാസ്മരിക ഇന്നിംഗ്സ് ആണ്. കാരണം ഇംഗ്ലണ്ടിനെതിരെ അടിച്ച 89, വെസ്റ്റ് ഇൻഡീസിനെതിരെ അടിച്ച 97, ഒരുപാട് പ്രതീക്ഷകൾ, അതോടൊപ്പം തന്നെ പ്രഷറും സഞ്ജുവിന്റെ തോളിൽ ഉണ്ട് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. അഭിഷേക് ശർമ്മയും വരുൺ ചക്രവർത്തിയും ഫോമിലേക്ക് ഉയരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ കാണികൾ. പക്ഷേ അഹമ്മദാബാദിൽ ആ നീലക്കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് സഞ്ജു കളിക്കാൻ പോകുന്ന ഇന്നിംഗ്സിന് സ്വാഭാവികമായിട്ടും കാത്തിരിക്കുകയാണ്. ഒരു വലിയ ഹൈപ്പൊന്നും കേട്ടുന്നില്ല, പക്ഷേ അതോടൊപ്പം തന്നെ പേടിയും ഭയവും ഒക്കെ തന്നെ ഉണ്ട്. സച്ചിനൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരുന്ന് കാണുന്ന പോലെ തന്നെ ഇപ്പോൾ സഞ്ജു കളിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ, ഓരോ ബോളും നെഞ്ചെടുപ്പോടുകൂടി കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇറ്റ്സ് ദ മെഗാ ഇവന്റ്, ഇറ്റ്സ് ദ ഫൈനൽ ദാറ്റ് ഇസ് ഹാപ്പനിങ് അറ്റ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. എന്തായാലും ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത്. ടോസ് ന്യൂസിലൻഡ് നേടി. ന്യൂസിലൻഡിന് ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് ഉണ്ട്, ഇന്ത്യ അൺചേഞ്ച്. അപ്പോൾ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും ബാറ്റിങ്ങിനായി എന്നുള്ളതാണ് ടോസിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പ്രേക്ഷകരോട് പങ്കുവച്ചത്. കലൂരിൽ നിന്നും ആജ്ഞയും വിഴിഞ്ഞത്ത് നിന്ന് സാരംഗുമാണ് വിശദാംശങ്ങൾ നൽകിയത്. സെഗ്മെന്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.